ഹലോ വ്യൂവേഴ്സ്, ആസിഫ് മാളികയാണ്. ആൻറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാസർഗോഡ്. സുഹൃത്തുക്കളെ, സ്വർണ്ണവില ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ യാതൊരു മാറ്റമൊന്നും വരില്ല. അപ്പോൾ ഹാപ്പി സൺഡേ, ഹാപ്പി ഷോപ്പിംഗ്. സ്വർണ്ണവില എന്തായാലും നമ്മളെ ഇന്ന് മൈക്കിളാണ് പറയുന്നുള്ളത്. സ്വർണ്ണവില എത്ര മൈക്കിളെ വരുന്നുള്ളത്? ഗ്രാമിന് 6840, പവന് 54,720. 54,720 ആണല്ലേ വരുന്നുള്ളത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വർണ്ണവില സൺഡേ ആയതുകൊണ്ട് വലിയ മാറ്റമൊന്നും വന്നില്ല. പക്ഷെ നല്ലൊരു കളക്ഷൻസ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ കളക്ഷൻസ് പേൾ മാലയാണല്ലോ അല്ലേ? പേൾമാല നമുക്ക് എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? 4 ഗ്രാം വരെ സ്റ്റാർട്ട്. 4 ഗ്രാം മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ്, അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് തന്നെയാണ്, നല്ല രസമാണ്. അതിലേറെ നല്ല ഭംഗി എന്ന് പറയേണ്ടത് നമ്മൾ പറയും, നമ്മൾക്ക് ഈ മനസ്സിൽ എന്താണോ ഡിസൈൻ ഇഷ്ടപ്പെടുന്നത് ആ ഡിസൈനിലുള്ള മാല നമുക്ക് ലൈറ്റ് വെയിൽ ചെയ്യാൻ പറ്റും. വീണ്ടും വേറൊരു സ്പെഷ്യൽ എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പോൾ ഒരു കല്യാണത്തിൻ്റെ ഒരു ഡ്രസ്സ് ഇടുന്നുണ്ട് വിചാരിച്ചു, ഒരു പച്ച കളർ ഡ്രസ്സ് ഇടുന്നു എങ്കിൽ നമുക്കൊരു പച്ച കളർ സ്റ്റോൺ എടുത്തിട്ട് നമുക്ക് അതിലിടാൻ പറ്റും. പിറ്റേ ദിവസം അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു മാരേജിനോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കോ നമുക്കൊരു ഒരു യെല്ലോ കളർ ഡ്രസ്സ് ഇടുന്നു എങ്കിൽ നമുക്ക് ഇതേ സ്റ്റോൺ ഇതേ ഡിസൈനിൽ വരുന്ന വേറെ യെല്ലോ കളർ വാങ്ങിയിട്ട് നമുക്ക് ഇടാൻ പറ്റും. കാരണം അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ ഉള്ളത്. ഈ ഒരു 4 സാധനം ഇത് എടുത്താൽ ഈ ഒരു സാധനത്തിലേക്ക് വേറൊരു കല്ലിടാൻ പറ്റും. അങ്ങനെ നമ്മൾക്ക് ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, സ്റ്റോൺ മാറ്റാൻ പറ്റും. ശരിയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളാണ്, പക്ഷെ നല്ല റിച്ച്നെസ് ഇതിനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? ആക്ച്വലി ആകെ 4 ഗ്രാമേ ഉള്ളൂ. നമ്മൾ പറയാണ്ട് ഒരിക്കലും ഇത് 4 ഗ്രാം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലേ? അത്രക്കും കാണാനുണ്ട്, അത്രയും ഭംഗിയാണ് ഇത് കാണാൻ, അത്ര നല്ല ഫിനിഷിങ് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഇതിൻ്റെ പേളാണ് ഇതിന് ഇത്ര വെറൈറ്റി, ഇത്ര റിച്ച്നെസ് ഇതിന് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിൽ പറയാനുള്ളത്, ഇത് നമ്മൾക്ക് ഇവിടെ കുറേ മൈക്കിളൊക്കെ കുറേ സ്റ്റോൺ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പേൾ സ്റ്റോൺ, ഇത് നമ്മൾ കസ്റ്റമറിന് ഒരേക്കിപ്പോൾ ഇത്ര ലെങ്ത്തുള്ള ചെയിനൊന്നും വേണ്ട വരില്ല, അവർ കുറച്ച് ഷോർട്ട് വേണമെന്ന് പറയും. അപ്പോൾ നമുക്ക് അവർ പറയുന്ന രീതിയിൽ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ സ്റ്റോണൊക്കെ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെയും കാണാം ലോക്കറ്റിനുള്ള സ്റ്റോണുകൾ, അതായത് ഏത് കളറാണോ ഏത് ഡിസൈനാണോ ആ ഡിസൈൻ അനുസരിച്ച് നമുക്ക് സ്റ്റോൺ മാറ്റാം. ഇതിപ്പോൾ ഇത് 2 പണിപ്പൂരിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് മൈക്കിള്. ആക്ച്വലി ഇത് എത്ര ഗ്രാം വരുന്നുണ്ട് മൈക്കിളെ? ഇത് 5 ഗ്രാം 850 മില്ലി. അതുപോലെ നമ്മൾ ഈ വലിയൊരു സാധനം ഇത് ഒരു 15 ഗ്രാം ഒക്കെ ഉണ്ടാവോ? ഇല്ല, വെറും 4 ഗ്രാമേ ഉള്ളൂ. വാവ്, സൂപ്പർ ആണല്ലോ. ഇത് കാണുമ്പോൾ എത്ര വലുതാണ് അല്ലേ? ബിഗ് സൈസ് ആണ്. ആക്ച്വലി ഇത് 4 ഗ്രാം, അരപ്പവനേ ഉള്ളൂ. അതാണ് പ്രത്യേകത എന്ന് പറയേണ്ടത്. നമ്മളിപ്പോൾ ആക്ച്വലി ഇത് കാണുമ്പോൾ ഞാൻ വിചാരിച്ചത് 4 ഗ്രാം, നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ? ഇതാണെങ്കിൽ ഉണ്ട് 5 ഗ്രാം 800 മില്ലി. പക്ഷേ എത്ര വലിയ ലോക്കറ്റ്സ് വരുന്നുള്ളത് 4 ഗ്രാം അല്ലേ? വെറും 4 ഗ്രാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ലൈറ്റ് വെയ്റ്റിൽ നല്ല പ്രൗഡിയിൽ നല്ല റിച്ച്നെസ് ഫീൽ ചെയ്യുന്ന നെക്ലസ് ആണ് ഈ ഒരു പേളിൻ്റെ നെക്ലസ്. നിങ്ങൾക്കിത് ഇവിടെ കാണാൻ പറ്റുന്നല്ലേ, ഒരുപാട് കളക്ഷൻസ്. ഇതൊക്കെ നമ്മൾ ഏതാണോ ഡിസൈൻ വേണ്ടത് ആ ഡിസൈൻ അനുസരിച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുക. വലിയ സ്റ്റോണാണ്, അതുപോലെ വൈറ്റ് സ്റ്റോണും വരുന്നുണ്ട് അതിൽ. ഇതിൻ്റെ തന്നെ കുഞ്ഞ് സ്റ്റോൺ വരുന്നുണ്ട്, കണ്ടില്ലേ? 2 ടൈപ്പ്. ഇങ്ങനെ നല്ല ഒരുപാട് ടൈപ്പ് വരുന്നുണ്ട് നമുക്ക് പേൾ അല്ലേ? പേളൊക്കെ ഇത് നമുക്ക് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും മനസ്സിലാക്കാൻ വളരെ സിമ്പിളായിട്ട് പറ്റും. ചെറിയൊരു ബ്ലൈഡ് കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ ചേരണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഒരു ബ്ലൈഡ് കൊണ്ട് ഞങ്ങൾ ചേരനെ നോക്കാം. ഡ്യൂപ്ലിക്കേറ്റ് ചേര ആണെങ്കിൽ അതിങ്ങനെ തോലി ഇങ്ങനെ അടർന്ന് വരും, ഒറിജിനലാണെങ്കിൽ തോലി അടർന്ന് വരില്ല. വളരെ സിമ്പിളാണ് നമുക്കിത് കണ്ടുപിടിക്കാൻ. വലിയ കഴിവൊന്നും വേണമെന്നില്ല, അതിന് ആർക്കും വേണം കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് നമുക്ക് ഏത് ഷോപ്പിൽ പോയെങ്കിൽ നിങ്ങൾക്ക് റിയൽ എന്നൊക്കെ പറയും, നിങ്ങൾ പെട്ടെന്ന് ഒരു ബ്ലൈഡ് വാങ്ങുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ കാറിൻ്റെ ചാവി ഇട്ട് വെക്കുമ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യും അല്ലേ മൈക്കിൾ? അതാണ് നമ്മളെ ഈ ഒരു പേളിൻ്റെ പ്രത്യേകത. എന്തായാലും നമ്മളെ പേള് ഇപ്പോൾ ഒരുപാട് സ്റ്റോൺ ഇവിടെ കാണുന്നുണ്ട്. ഈ സ്റ്റോണ് നേരത്തെ മൈക്കിൾ പറഞ്ഞ പോലെ ഏത് സ്റ്റോണാണോ വേണ്ടത് അതനുസരിച്ച് നമ്മൾ ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ചിട്ട് മാറ്റാൻ പറ്റും. യെസ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷെ വെറൈറ്റി ആണ് അല്ലേ? ഇപ്പോഴത്തെ നിങ്ങൾക്ക് അറിയാലോ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കളക്ഷൻസ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടാം. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ്. 54,800 മുകളിലേക്ക് ഇങ്ങനെ സ്വർണ്ണവില പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള കളക്ഷൻസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്ന കാര്യം സംശയം വേണ്ട. നിഷ്പക്ഷമായിട്ട് നമുക്ക് എന്തുകൊണ്ടും പറയാൻ പറ്റും അങ്ങനെയുള്ള കളക്ഷൻസുകൾ വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ മൈക്കിളിൻ്റെ കളക്ഷൻസ് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസിനെ പറ്റി അഭിപ്രായം നിങ്ങൾ പറയാം. സാധാരണ മൈക്കിളാണ് വീഡിയോ എടുക്കാറ്. ഇന്ന് മൈക്കിളിനെ നമ്മൾ ഇവിടെ കയറ്റി സ്റ്റേജിൽ നിന്ന് കയറ്റി.
മൈക്കിളിൻ്റെ വീഡിയോൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് പറയാനുള്ള നല്ലൊരു അവസരമാണ്. എന്തായാലും പറയാം, ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് നമ്മൾ സുധീഷാണ്. സുധീഷ് 2-3 ദിവസമായിട്ട് ലീവായിരുന്നു. കാരണം സുധീഷ് എണിക്കാൻ വൈകി പോകുന്നു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ ലേറ്റാണുള്ള കാരണം എന്ന് പറഞ്ഞാൽ സുധീഷിന് അറിയാം, സുധീഷിന് വേണ്ടപ്പെട്ട 4-5 ആൾക്കും അറിയാം, പിന്നെ എനിക്കും അറിയാം. ഞാനിപ്പോൾ അടുത്ത് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ സുധീഷ് ദയവ് ചെയ്തിട്ട് ഇങ്ങനെ ലേറ്റായിട്ട് ഉറങ്ങുന്നത് കൊണ്ടാണ് എണിക്കാൻ വൈകുന്നത്. അപ്പോൾ സുധീഷ് എണിക്കാൻ വൈകണ്ട, പെട്ടെന്ന് തന്നെ എത്താം, എങ്കിൽ കറക്റ്റ് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും, വീഡിയോ ഒക്കെ കറക്റ്റ് എടുക്കാൻ പറ്റും. സുധീഷിൻ്റെ വീഡിയോ ഇല്ലെന്നാണ് കമൻസ് വരുന്നത്. അപ്പോൾ സുധീഷ് വരാനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ, ലേറ്റാണുള്ള കാരണം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായി കളക്ഷൻസ്, നല്ല രസമുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, എന്തായാലും നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടാം. മൈക്കിളിൻ്റെ ഇന്നത്തെ സെക്ഷൻ അടിപൊളിയാണെങ്കിൽ അടിപൊളിയെന്നും ഇല്ലെങ്കിൽ ഇല്ല, രണ്ടും പറയണ്ടോ. മൈനസ് ആയാലും ബാഡ് ആയാലും പറയാം, അപ്പോഴല്ലേ നമുക്ക് കൂടുതൽ ഗുണം കിട്ടാം. മൈനസ് ആയെങ്കിലും ഗുഡ് ആയെങ്കിലും പറയാം. ഓക്കെ, അപ്പോൾ ഹാവ് എ നൈസ് ഡേ, ഹാപ്പി സൺഡേ, ബൈ.